ഇതിപ്പോൾ നമ്മൾ 30 ഡേ ചലഞ്ച് ഡേ 5 ആണ്. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വർക്കൗട്ട് ചെയ്യാൻ പോകും. ഓക്കെ, വർക്കൗട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒരു കട്ടൻ കാപ്പി മധുരവാടിയേറ്റം, പിന്നെ നമ്മൾ ഒരു കുപ്പി വെള്ളവും കുടിക്കും. എന്നിട്ടാണ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് വെച്ചാൽ 30 മിനിറ്റ്സ് റണ്ണിങ് ആണ്. അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഫുൾ ബോഡി സ്ട്രെച്ച് ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇനി 30 മിനിറ്റ്സ് റണ്ണിങ് ചെയ്യാം. ഓക്കെ, നമ്മുടെ വീഡിയോയ്ക്ക് ലെങ്ത് കൂടുന്നത് കൊണ്ടാണ് നമ്മളെല്ലാം ഇങ്ങനെ സ്പീഡിന് കാണിച്ച് പോകുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ ഇനി 20 മിനിറ്റ്സ് കൂടെ റണ്ണിങ് ഉണ്ട് ഗൈസ്. ഇനി ലാസ്റ്റ് 5 മിനിറ്റ്സ് കൂടി റണ്ണിങ് ഉണ്ട്. നമ്മൾ 30 മിനിറ്റ്സ് റണ്ണിങ് കഴിഞ്ഞേക്കാണ്. അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഫുൾ ബോഡി എക്സസൈസ് ആണ്. അപ്പോൾ ചെയ്യാം. ഓക്കെ, ഫുൾ ബോഡി എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലെ എല്ലാ മസിൽസിനും നമ്മൾ എക്സസൈസ് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഇഞ്ചറി വരാൻ ചാൻസ് കൂടുതലാണ് ഗൈസ്. അടുത്ത ചെയ്യാൻ പോകുന്നത് വെച്ചാൽ സ്കിപ്പിംഗ് റോപ്പാണ്. 2 മിനിറ്റിൻ്റെ 10 സെറ്റ് സ്കിപ്പിംഗ് റോപ്പാണ് ചെയ്യുമ്പോൾ. അപ്പോൾ ചെയ്യാം. ഓക്കെ, ഗൈസ്, അപ്പോൾ നമ്മളാ 20 മിനിറ്റ് സ്കിപ്പിംഗ് റോപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തേക്കുവാണ്. സത്യം പറഞ്ഞാൽ ഫുൾ ടയേർഡായി. അപ്പോൾ നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റിൻ്റെ ഒരു സെറ്റ് ഷാഡോ ബോക്സിംഗ് ആണ്. 10 മിനിറ്റിൻ്റെ ഗൈസ്. അപ്പോൾ നമ്മൾ എന്നും ഷാഡോ ബോക്സിങ്ങിൽ കൂടുതലും സ്ട്രൈറ്റ് പഞ്ചുകളാണ് യൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് ഷാഡോ ബോക്സിങ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ 100 പുഷപ്പ് 100 ക്രഞ്ചസ്. അപ്പോൾ അതാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതേ ഗൈസ്, നമ്മൾ 100 പുഷപ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഓക്കെ, അങ്ങനെ 100 പുഷപ്സ് കംപ്ലീറ്റ് ആയി. വലിയ സ്ട്രഗിൾ ചെയ്യാതെ തന്നെ നമ്മൾ 100 പുഷപ്സ് ഫിനിഷ് ചെയ്തേക്കാണ്. നേരത്തെ ദിവസങ്ങളിലൊക്കെ ഭയങ്കര പാടായിരുന്നു. ഇപ്പോൾ ഇത് കുഴപ്പമില്ല, ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മൾ ചെയ്യുന്ന പോകുന്നത് വെച്ചാൽ 100 ക്രഞ്ചസ് ആണ്. ഓക്കെ, ക്രഞ്ചസ് കുഴപ്പമില്ലായിരുന്നു ഗൈസ്. നമ്മൾ പെട്ടെന്ന് തന്നെ അത് ചെയ്ത് തീർക്കുകയും ചെയ്ത്. അപ്പോൾ നമ്മൾ എന്ത് രീതിയിലുള്ള വർക്കൗട്ട് ചെയ്താലും നമ്മൾ ഏറ്റവും അവസാനം നമ്മുടെ ബോഡി നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്ത് കൂൾ ഡൗൺ ആകണം. നമ്മളെ മസിൽസ് എല്ലാം നല്ല ടൈറ്റായിട്ട് ഇരിക്കുമായിരിക്കും വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക്. അപ്പോൾ മസിൽസ് എല്ലാം നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്ത് കിടണം. ഗൈസ്, നമ്മൾ ഡേ 5 വർക്കൗട്ട് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തേക്കുവാണ്. ഇന്നും നമ്മൾ 2 മണിക്കൂറിൽ കൂടുതൽ വർക്കൗട്ട് ചെയ്ത് എല്ലാ വർക്കൗട്ടും ചെയ്ത് വന്നപ്പോഴാണ് 2 മണിക്കൂറിൽ കൂടുതലായത്. പിന്നെ വർക്കൗട്ട് കഴിഞ്ഞ് നമ്മളിങ്ങനെ വീട്ടിൻ്റെ ഫ്രണ്ടിരിക്കും. അപ്പോൾ നല്ല വെയിൽ, നല്ല രസമുണ്ടായിരുന്നു ഈ വെയിലിങ്ങനെ കൊള്ളാൻ. ചെറിയൊരു ചൂടും ചെറിയൊരു. ഗൈസ്, ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.